അപ്പൊ അറക്കൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണി. എന്ത് ചെമ്മീൻ ബിരിയാണി. അപ്പൊ അറക്കൽ വ്ളോഗ് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. നമ്മൾ തുടങ്ങാണ് കേട്ടോ ഞങ്ങളെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാന്. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണണേ. അപ്പോൾ ഗൈസ് നമുക്ക് പരിപാടികൾ തുടങ്ങാം. അപ്പം നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ഇട്ടു. ഓക്കെ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. നമുക്കൊന്ന് കുഴക്കാം കേട്ടോ. കുറച്ച് ഉപ്പിടണല്ലേ. കുഴപ്പം നല്ലോണം നമുക്കിങ്ങനെ കുഴച്ച് കൊടുക്കാം കേട്ടോ. ഇതാ നല്ലോണം നല്ല കുഴച്ച്. ഓക്കെ, അങ്ങനെ നമുക്ക് ലേശം ഒന്ന് ഇത്തിരി വെള്ളം ഒഴിക്കാം. ഇനി 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ ഗായ്സ് ചെമ്മീൻ മസാല ഒക്കെ കുഴച്ച് ഇനി അരമണിക്കൂർ നമുക്കത് വെക്കാം. ഒന്ന് മസാല ഒന്ന് പിടിക്കട്ടെ കേട്ടോ. അപ്പം സഫ, എനിക്കിപ്പോ അരമണിക്കൂർ സമയമുണ്ട്. എനിക്കിപ്പോ ജ്യൂസ് വേണം, നല്ല മാംഗോ ജ്യൂസ് വേണം. അടിച്ചു തരാൻ പറ്റുമോ? അടിച്ചു തരാൻ പറ്റുമോ എനിക്കിപ്പോ? എനിക്ക് നല്ല മാംഗോ ജ്യൂസ് വേണം. ഇത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു എനർജി കിട്ടുള്ളൂ. നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ എനർജി വേണ്ട നമുക്ക് അല്ലേ? നാരങ്ങ വെള്ളം പോലെ എനിക്ക് മാംഗോ ജ്യൂസ് വേണം, നല്ല മാംഗോ ജ്യൂസ് കേട്ടോ. ഓക്കെ. അപ്പൊ ഗൈസ് ഇതാ സഫ ജ്യൂസ് ഉണ്ടാക്കിട്ടോ, മാംഗോ ജ്യൂസ്. ഇത് കുടിക്കാം ചേട്ടാ. വാവ്, അപ്പോൾ ഗൈസ് ഇതാ ഞങ്ങൾ ബിരിയാണിയിലേക്കുള്ള സാധനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഇതാ ഉള്ളി, 4 ഉള്ളി ഉണ്ട് കേട്ടോ. അത് ഉള്ളി, പിന്നെ അതിലേക്കുള്ള തക്കാളി. ഓക്കെ, പിന്നെ അതിലേക്കുള്ളതാ മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ഇതാ അത് ഫ്രൈ ചെയ്യാനുള്ളത് ഉള്ളി, കിസ്മിസ്, അണ്ടി, പിന്നെ അതിൻ്റെ മുകളിലിടാനുള്ളത്. അപ്പൊ ഗൈസ് ഞങ്ങളിതാ പിന്നെ ഉള്ളി, കിസ്മിസ്, അണ്ടി ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ അതാ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിക്കാണ്. പിന്നെ കുറച്ച് നെയ്യ് കുറച്ച് ഒഴിക്കാണ്. അപ്പൊ ഈ ഓയിലും നെയ്യൊക്കെ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. മുന്തിരി മധുരക്ക് പോവാതടി, മല്ലിപ്പൂ വെക്കാതടി. അപ്പൊ അത് അടുത്ത അണ്ടിപ്പരിപ്പ് ഇടാണ് കേട്ടോ. നേരത്തെ മുന്തിരി ബോളായിട്ട് വന്നു, അത് എടുത്ത് മാറ്റി ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടോ.
നമ്മൾ 4 പേർക്ക് കഴിക്കാനുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ചെമ്മീൻ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം അണ്ടി ഏകദേശം ഇങ്ങനെ നല്ലോണം ഒന്ന് ഇതായി വരുന്നുണ്ട്, ചുവന്ന് വാടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ അണ്ടി നമ്മൾ എടുത്തത് മാറ്റിയാണ്. അണ്ടി ഏകദേശം ആയി വന്നിട്ടോ. അപ്പൊ ഗ്യാസ് ഞങ്ങളിത് അടുത്തത് ഉള്ളി ഫ്രൈ ആക്കാൻ കേട്ടോ. ഉള്ളി ഇതാ അയ്യ നല്ല നരുനരാ സൗണ്ട്, ചിക്ക് 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 ചിക്ക്. വാവ്, ഉള്ളിതാ നമ്മള് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോ നല്ല നൈസായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കും. എന്താണത് പൊരുപുരാന്ന് പൊരിച്ചു വന്നിട്ടുണ്ട്. പൊരിച്ച് അപ്പൊ ഉഷാറാക്കുന്നതാ ഏകദേശം നല്ല നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളി നല്ല നെരിഞ്ഞ് മൊരിഞ്ഞ് തരിഞ്ഞ് കരിഞ്ഞ് കുരിഞ്ഞ് വരുന്നുണ്ട്. പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ഓക്കെ. അന്നത്രോം കുന്തർത്രോം. ഓക്കെ ഗൈസ്, അതാ നിങ്ങളിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. അണ്ടി, ഉള്ളി, മുന്തിരി ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. കുറച്ച് അതിലേക്ക് ചപ്പ് മല്ലിയില കുറച്ച് അതിലേക്ക് ഇട്ട്. ഓക്കെ. അപ്പൊ ഗൈസ് ഇത് കണ്ടോ, അരമണിക്കൂറായി ചെമ്മീന്. ഓക്കെ, നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ചെമ്മീൻ ഇതാ വെളിച്ചെണ്ണ ഉണ്ട്. ഓക്കെ, ഇത് കത്തിച്ചിട്ട് ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഗൈസ് ഇത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ഗൈസ് ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്യാലോ അല്ലേ? ചെയ്യല്ലേ? ഇങ്ങനെ ഇട്ടെടുക്കാം ഓരോന്നോരോന്നായിട്ട്. ഞാൻ വലിയ കുക്കൊന്നുമല്ല കേട്ടോ, അത്ര വലിയ കുക്കൊന്നും അല്ല. എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന മാതിരിയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും. നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു വലിയ സംഭവമാണ് ഒന്നല്ല കേട്ടോ. ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരൻ അല്ലേ? നിങ്ങൾ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നെന്താ അറിയോ? എന്റെ പൂർണ്ണ നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയും കഷ്ടപ്പെട്ട് ഞാനെല്ലാം ചെയ്തിട്ട് കണ്ട് അപ്പൊ ഗൈസ് ഇതാ ചെമ്മീന് എല്ലാം ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇത് പൊരിക്കട്ടെ കേട്ടോ. ഓക്കെ, വേണ്ട റെഡി ആട്ടോ. ഓവർ ഇത് വേവാൻ പാടില്ല കേട്ടോ. ഓവർ വേണ്ട, ഒരു മിതം ഇങ്ങനെ ആയാൽ മതി. ഓക്കെ. അപ്പൊ ഗൈസ് ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ആയി വരുന്നുണ്ട്. അപ്പൊ നമ്മളെ കയ്യാളാണ് ഇത് ചെയ്യണത്. കയ്യാളെ കണ്ടോ, സഫ എന്റെ കയ്യാൾ. അപ്പൊ എല്ലാ വെപ്പാർക്കും നമ്മളെ നാട്ടിലെ കണ്ട വലിയ വെപ്പാർക്കൊക്കെ ഓരോ കയ്യാളന്മാരുണ്ടാവില്ലേ, നമ്മളെ കയ്യാളാണത്, സഫ. ഓക്കെ, നമ്മളെ ചെമ്മീൻ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാനും സഫയും കൂടിയാണ് ഇങ്ങനെ, എന്റെ കയ്യാളാണ്. സഫറീസ ഒക്കെ ആയില്ലേ? കുറച്ച് കഴിഞ്ഞ് സാലറി തരണം, പിന്നെ പൈസ ചോദിച്ചു വരുമ്പോ നല്ല ഇതാവട്ടോ, നല്ല പണി എടുക്കട്ടോ. ഗൈസ് ഞങ്ങളെ കയ്യാള എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായം പറയട്ടെ നിങ്ങള്. നമ്മളെ കയ്യാളാ. അപ്പൊ ഗൈസ് ഏകദേശം ചെമ്മീൻ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിത് എടുത്ത് പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെക്കാണ് കേട്ടോ, മാറ്റി വെക്കാണ്. കാരണം ഓവർ ആവേണ്ട ആവശ്യമില്ല, ഓവർ മെരിയേണ്ട ആവശ്യമില്ല. മിതം ഉണ്ടാ, പ്ലേറ്റിലേക്ക് മാറ്റിക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതാ ഞങ്ങൾ ഉള്ളി അതിലേക്ക് ഇടാം കേട്ടോ. ഇത് ഞങ്ങൾ ഫ്രൈ ആക്കിയ എണ്ണ തന്നെയാണ്, അതിലേക്ക് ഉള്ളി ഇടാണ്. ഓക്കെ, ഇതാ ഉള്ളി ഫുള്ളിട്ട് ഞാൻ അത് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കണം മകളെ. ഇതാ ഞാൻ ഇളക്കാൻ പോകാണ്ടോ. നല്ല ഇളക്കി വയച്ചെടുക്കുക, ഇളക്കുക, ഇളക്കലോട് ഇളക്കൽ ഉണ്ടാ. നല്ലോണം അങ്ങോട്ട് ഇളക്കി ഇങ്ങനെ വയറ്റി എടുക്കുക. നല്ലോണം അങ്ങോട്ട് ഇളക്കട്ടെ. ഞാൻ എന്നോടാ കളി അവനെ ഞാൻ ഉള്ളിനൊരു പരുവാക്കൂലേ. ഇളക്കി ഞാൻ. അപ്പോൾ ഇതാ ഉള്ളി വാടി വന്നിട്ട് നല്ലോണം ഉള്ളി വാടി വന്ന് അതിലേക്ക് ഇതാ പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഞാൻ തട്ടുക കേട്ടോ. ഇതാ അതിലും അങ്ങോട്ട് തട്ടിയിട്ടുക. എന്നിട്ട് അങ്ങോട്ട് ഇളക്കുക. നല്ലോണം ഇളക്കട്ടെ കേട്ടോ. നല്ലോണം അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് വരുന്നവരെ നല്ലോണം അങ്ങോട്ട് ഇളക്കി നല്ലോണം ഇളക്കട്ടെ കേട്ടോ. നല്ലോണം ഒന്ന് വയറ്റണത്. അതിൻ്റെ അതൊക്കെ ഉണ്ടാവും. ജഫ ജ്യൂസ് വാങ്ങി തന്നിരുന്നു, അപ്പോൾ അതിന് നല്ല പവറുണ്ട്. അപ്പം ഏകദേശം അത് കായ് വന്നിട്ടുണ്ട്, പച്ചപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളി ഇടാം നമുക്ക്. തക്കാളി അതിലേക്ക് ഇട്ടാം കേട്ടോ. ഓക്കെ, തക്കാളി അതിലേക്ക് ഇട്ട്
നല്ലോണം ഒന്ന് ഇതാക്കട്ടെ. അതിൻ്റെ വെള്ളം വറ്റണ വരെ തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് ചുഴറ്റിയിട്ട് കണ്ടാ നല്ലോണം ഒന്ന് വയറ്റട്ടെ ഞാൻ. എന്നിട്ടത് പിന്നെ അതിൻ്റെ തക്കാളീൻ്റെ വെള്ളം വറ്റണം. ഒരു ഉപ്പ് ഇട്ടിട്ടോ, അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതിൽ ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം ബിരിയാണിയിലേക്കല്ലേ, അപ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഉപ്പ് ഇട്ടിക്കണ്. അപ്പോൾ ഞങ്ങൾ ഇളക്കി കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി നല്ല വൃത്തിയാക്കി നല്ലോണം ഇളക്കി. എൻ്റെ ഇളക്കന്നെ എങ്ങനെ ഉണ്ട്? നല്ല അടിപൊളി ഇളക്കല്ലേ എൻ്റെ? അതിന് കമൻറ്റ് ചെയ്യണം എൻ്റെ ഇളക്കൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഗായ്സ് ഇതാ തക്കാളി എല്ലാം വാടി വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാം റെഡിയാ വാടി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് ഗരം മസാല ഇടാം. ഓക്കെ, കുറച്ചതാ ഗരം മസാല നമ്മളിട്ട്, ഇത് കുറച്ച് സ്ട്രോങ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഓക്കെ, നല്ലോണം നല്ല സ്മെല്ല് വരുന്നില്ലേ? നല്ലോണം ഇളക്കിയിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്താക്കുക, നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചെമ്മീനിലേക്ക് തട്ടുക. ഇങ്ങനെ കണ്ടാ, കണ്ട തട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഓക്കെ, നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഒരു 20 മിനിറ്റ് എന്താക്കട്ടെ, ഇങ്ങനെ നിൽക്കട്ടെ കേട്ടോ, ഒന്ന് ലെവലായി കെട്ടട്ടെ, ചെമ്മീനൊക്കെ ഒന്ന് റെഡി ആവട്ടെ. ഓക്കെ, 20 മിനിറ്റ് അപ്പം വരട്ടെ, 20 മിനിറ്റ്. അപ്പൊ ഗൈസ് ഞങ്ങളിത് അതിലേക്കുള്ള ചോറ് വെക്കാൻ വേണ്ടി പോകട്ടോ, അരി നെയ്ച്ചോറ്. അപ്പൊ അതിലേക്ക് ഇപ്പൊ നമ്മളിതാ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അല്ലേ, അങ്ങനത്തെ ഇതിലാണ് ഇതാ എല്ലാം ഇട്ടോള്. പട്ട, ഏലക്ക, ഗ്രാമ്പൂ എല്ലാം അതിലേക്ക് ഇട്ടിട്ടോ. ഓക്കെ, ഒഴിച്ചോ അതിലാ? ഉറക്കെ പറയും കേക്കട്ടെ. ഓക്കെ, അതിലേക്കുള്ള കുറച്ച് കുറച്ച് നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്. ഓക്കെ, വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മള് സലീംകുമാർ പറഞ്ഞ മാതിരി ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ അപ്പൊ ഗൈസ് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഗരം മസാല ഇട്ടിട്ടോ, ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി അത് നമ്മൾ ആ മസാല ഉണ്ടല്ലോ ചെമ്മീന്റെ, അത് അതിന്റെ മേലെ ഇടാൻ പോവാട്ടോ നിങ്ങള്. അപ്പൊ നല്ലോണം ഒന്ന് റെഡിയാക്കത് ഇപ്പൊ ഗൈസ് അതിന്റെ മേലെ നമ്മൾ ചോറിടാണ് കേട്ടോ. ഇപ്പൊ ഗൈസ് ഇത് നമ്മള് ചോറൊന്നായിട്ട് മേലെ ഇടാട്ടോ, ദമ്മിടാൻ വേണ്ടി പോവാ. അപ്പൊ നമ്മളിതാ അതിലെ മേലെ കുറച്ച് ഗരം മസാല ഇട്ട്, അതിന് മേലെ ഗരം മസാല ഇട്ട്. ഓക്കെ, ഇനി എന്താ സപ്പെടുന്നേ? വറുത്ത് വെച്ച ഉള്ളി, അണ്ടി, കിസ്മിസ് ഒക്കെ മേലൊക്കെ ഇട്ട് കേട്ടോ. നല്ല മുഞ്ചാക്കി ഡെക്കറേഷൻ ആക്കിയിട്ട് സപ്പ കണ്ടാ കൊതിക്കണം, കൊതിയൂറണം, കൊതി കൊള്ളണം. അതിലെ കുറച്ച് നമ്മള് പാല് മഞ്ഞയും കൂടി വെച്ചിട്ടുള്ള കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടാൽ കൊതി കൊള്ളും എമ്മീന്റെ ബിരിയാണി. മൂടി വെച്ചിട്ടോ. അപ്പൊ ഗൈസ് ഇതാ ഞങ്ങള് ബിരിയാണി ഇതിലേക്ക് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് വേവിക്കാട്ടോ, ദമ്മിടാണേ. ഓക്കെ, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതാ ഞങ്ങളെ ചെമ്മീൻ ബിരിയാണി ആയിട്ടോ. ഓക്കെ, ചെമ്മീൻ ബിരിയാണി ഏകദേശം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാന്, എൻ്റെ മോള്,
സനുമോനുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. നല്ല ചെമ്മീൻ, അടിപൊളി ചെമ്മീൻ ബിരിയാണി ആയിട്ടുണ്ട്. നമ്മളൊന്ന് കഴിച്ചാട്ടെ കേട്ടോ. ഓക്കെ, വിളമ്പി കൊടുക്കട്ടെ, ആഴ്ചക്ക് വിളമ്പി കൊടുക്കട്ടെ ചോറ് കേട്ടോ. ആഴ്ചക്ക് ചോറ് വിളമ്പി കൊടുക്കട്ടെ. ആ ആഴ്ച കഴിക്ക്. റംസാനെ നോക്കട്ടെ. റംസാന് കഴിക്കാണ്. ഇനി ഞാൻ അങ്ങോട്ടൊന്ന് തുടങ്ങിക്കട്ടെ. അംഗം 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 വിട്ടും ചേകവൻ. അപ്പൊ ഒരു കാര്യം മറന്നിട്ട് നമ്മള് പെപ്സി ഓർഡർ ചെയ്തിട്ടില്ല. ആ ടേസ്റ്റ് നോക്കാം. ചാറ് വേണോ? ചാറ് വേണല്ലോ. എനിക്കിത് കണ്ടിട്ടേ അച്ചാറിന്റെ ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ ചാറ് ചാറ് എനിക്ക് കുറച്ച് അച്ചാറിടാ. തൈര് അപ്പൊ വേണം. പിന്നെ ഇപ്പൊ വേണ്ടാത്ത കളി ബിരിയാണി നല്ല വിശപ്പുണ്ട് പോയി. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. നോക്കിക്കളി, നിങ്ങൾ നോക്കിക്കളി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, ഞാൻ അങ്ങനെ പൊത്തി പറയുന്ന ആളുമല്ല. നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ചെമ്മീൻ ബിരിയാണി. ഇവര് രണ്ടാളും ഉണ്ടാക്കിയതാണ്. രണ്ടാളോ? ഞാന് നമുക്ക് ഇങ്ങനെ കഴിക്കട്ടെ. അത് ഫിനിഷ് ആക്കട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, പോരെ? അങ്ങനെ പോരെ? അങ്ങനെ പോരെ? അത് കഴിക്കല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? നമ്മളെ ക്യാമറമാൻ നമ്മളെ കൂടെ കഴിച്ചോട്ടെ കേട്ടോ, അല്ലെങ്കിൽ നമുക്കൊക്കെ വയറുവേനാവണേ. അപ്പൊ ഇപ്പൊ തൽക്കാലം കഴിച്ചുണ്ട് കാണാം. കപ്പി നമ്മൾ ചെമ്മീനാണ്, അരി കഴിഞ്ഞിട്ട് ചോറാണ്, എന്നിട്ട് തൈര്, അച്ചാറ് കുഴച്ചിട്ടുണ്ട്. പൊന്നോ, പച്ചമുളകുണ്ട് തൈരിന്റെ കൂടെ, തരത്തില്ല. കഴിച്ചാലോ? കഴിക്കാം. അടിപൊളിയായിട്ട് എരുണ്ട്. ആയിഷക്ക് ചിക്കൻ ബിരിയാണിയാണ് അതോ ചെമ്മീൻ ബിരിയാണിയാണ് ഇഷ്ടം? ചെമ്മീൻ ബിരിയാണി അത് ടേസ്റ്റ് ഉണ്ട്, സത്യമായിട്ട് എനിക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മളിതൊന്ന് വടിച്ച് തിന്നു തരട്ടെ കേട്ടോ. ഹലോ, അപ്പൊ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടാ. അപ്പൊ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലേക്ക് അടിച്ചായിട്ട് പൊട്ടിക്കണം ചെയ്യണട്ടാ.